ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾക്കിടയിലെ തേർഡ് പാർട്ടിയുടെ ഇടപെടൽ അവസാനിക്കുമോ, എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിനെ നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളത് എന്നുള്ളൊരു റീഡിംഗ് ആണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. കൂടാതെ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തികൾ ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക, അല്ലാത്ത വ്യക്തികൾ വിട്ടേക്കുക. നമുക്ക് നോക്കാം. ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്, നമുക്കിവിടെ 8 ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട്, 8 ഓഫ് കപ്സ്, 3 ഓഫ് വൺസ്, 8 ഓഫ് സോട്ട്സ്, ജഡ്ജ്മെന്റ്, പേജ് ഓഫ് വൺസ്, കിങ് ഓഫ് സോട്ട്സ്, മജീഷ്യൻ. ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. നമുക്കിവിടെ ആദ്യം 8 ഓഫ് വൺസ് ആണ് കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്, അതായത് നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു കാര്യം ഉടൻ തന്നെ നടക്കാൻ പോകുന്നു എന്നാണ് ഈ ഒരു 8 ഓഫ് വൺസ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി എനർജി നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി ആ എനർജി വളരെ വേഗത്തിൽ നീങ്ങി പോകുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം. നമുക്കിവിടെ ഈ ഒരു 8 ഓഫ് വൺസ് വേഗതയാണ് പറഞ്ഞു തരുന്നത്. വേഗത്തിൽ കാര്യങ്ങൾ സംഭവിക്കുവാനായി പോകുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, നിങ്ങളുടെ വ്യക്തി ചില കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ പോകുന്നു എന്നും നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം തന്നെ അവർക്ക് പല കാര്യങ്ങളും ഇവിടെ കാണിച്ചു കൊടുക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ ഒരു സത്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി തിരിച്ചറിയുവാനായിട്ട് സമയമായി എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ 8 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ആ ഒരു വ്യക്തിക്കും നിങ്ങളുടെ ആ ഒരു വ്യക്തിക്കും തേർഡ് പാർട്ടിക്കും ഇടയിൽ ഇപ്പോൾ ഒരാൾ ഇമോഷണലി ഡിസ്റ്റൻസ് എടുക്കുന്നു എന്നാണ് ഈ ഒരു 8 ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു അകലം ഈ ഒരു സമയത്ത് ഇടുന്നത് നിങ്ങളുടെ വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ ഈ ഒരു സമയത്ത് ഉണ്ട് എന്നും നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി എനർജിയിൽ നിന്നും ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു എന്നാണ് ഈ ഒരു 8 ഓഫ് കപ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ഒന്ന് അവസാനിച്ച് പുതിയ എനർജി തുടങ്ങുന്നു എന്നും ഇവിടെ ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ആരെയും ഒരിക്കലും പിടിച്ചു നിർത്തുവാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ ആരോടെങ്കിലുമൊക്കെ അമിതമായിട്ട് ഇഷ്ടമുണ്ടായിരിക്കാം. ആ ഒരു വ്യക്തിയെ നിങ്ങൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ആരെയും പിടിച്ചു നിർത്തുവാനായിട്ട് ശ്രമിക്കരുത് എന്നിവിടെ യൂണിവേഴ്സ് നിങ്ങൾക്കിവിടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പോകേണ്ടവർ പോകട്ടെ എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ അതിലൂടെ ഒരു സോൾഫുൾ ഫ്രീഡം നേടുമെന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയും പിടിച്ചു നിർത്താതിരിക്കുവാൻ പ്രത്യേകം ശ്രമിക്കണമെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 3 ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ എനർജി കാമായി മാറുന്നു എന്നാണ്. അതായത് ഈ ഒരു സമയത്ത് അവർ തേർഡ് പാർട്ടി എനർജി വിട്ടു നിങ്ങളുടെ ദിശയിലേക്ക് നോക്കി നിൽക്കുകയാണെന്നാണ് ഈ ഒരു 3 ഓഫ് വൺസ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. പക്ഷേ ഇപ്പോഴും അവർ ആക്ഷൻ എടുത്തിട്ടില്ല. ആക്ഷൻ എടുക്കുവാൻ വീണ്ടും കുറച്ച് സമയം കൂടി ബാക്കി ഉണ്ടെന്ന് ഈ ഒരു 3 ഓഫ് വൺസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് പല കാര്യങ്ങളിലും വളരെയധികം കുറ്റബോധമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയോ തെറ്റുകൾ ഈ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തു, അതിൽ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് വിഷമമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ വിഷമത്തിൽ ഇരിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഈ ഒരു സമയത്ത് കൺഫ്യൂസ്ഡ് ആണെന്നും കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിലൂടെ അവർ പഠിച്ചു കഴിഞ്ഞു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് ആ ഒരു വ്യക്തിയെ ഇവിടെ ട്രൂത്തിൻ്റെ സൈഡിലേക്ക് തിരിക്കുന്ന ഒരു എനർജിയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്കൊരു ഇവിടെ നമുക്ക് ജഡ്ജ്മെന്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു വേക്കപ്പ് കോൾ കിട്ടിയിരിക്കുകയാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഡിവൈൻലി എൻഡിങ് ആണെന്നും നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
ആം, നമുക്കിവിടെ അടുത്ത് പേജ് ഓഫ് വാൺസ് ആണ് കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി എനർജി തീർന്നതിന് ശേഷം വീണ്ടും പുതിയ നല്ലൊരു മനസ്സോടുകൂടി, പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ള മനസ്സോടുകൂടി ആ ഒരു വ്യക്തി നിങ്ങൾക്കരികിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഒരു പേജ് വാൺസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു വരവായിരിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഈ ഒരു വ്യക്തിയുടെ കടന്നുവരവെന്നാണ് കാണിക്കുന്നത്. അതുപോലെ ചിലപ്പോൾ അതൊരു ഫോൺ വിളി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിരിക്കാം. ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ ഈ ഒരു പേജ് വാൺസ് പറഞ്ഞു തരുന്നത്. പക്ഷേ വീണ്ടും ഇവിടെ യൂണിവേഴ്സ് ചില കാര്യങ്ങൾ കൂടി പറയുന്നു. അതായത് ആർക്കും മുന്നിലും, എത്ര പ്രിയപ്പെട്ടവർക്ക് മുന്നിലാണെങ്കിൽ പോലും നിങ്ങളിവിടെ, അതായത് നിങ്ങൾ നിങ്ങൾക്കൊരു വില കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ആർക്കും മുന്നിലും നിങ്ങൾ, അതുപോലെ തന്നെ ആർക്ക് വേണ്ടിയും നിങ്ങളുടെ ആ ഒരു തിളക്കം അത് നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ആർക്കും മുന്നിലും നിങ്ങളുടെ ആ ഒരു വില ഇല്ലാതാക്കാതെ ഇരിക്കുക എന്നൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മറ്റുള്ള വ്യക്തികളെക്കാളും ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾ കൂടുതലും നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ എനർജി കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട. നിങ്ങൾ നിങ്ങളെ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, ആ ഒരു വ്യക്തി ഇപ്പോൾ ഇമോഷണലായി കാമാകാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം. ആ ഒരു വ്യക്തിക്ക് മൈൻഡിൽ ക്ലാരിറ്റി ഉടൻ ലഭിക്കുന്നു എന്നും നമുക്കിവിടെ കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ശരി അല്ലെങ്കിൽ എന്താണ് ഡ്രാമ എന്നവർ തിരിച്ചറിയാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇത്രയും കാലം ശരി ഏത്, അതുപോലെ തന്നെ അഭിനയം ഏത്, ഈ വ്യക്തിക്ക് അത് നേരെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ ഇനി ആ ഒരു വ്യക്തി അത് തിരിച്ചറിയുന്നുണ്ട്. എല്ലാ കാര്യത്തിനും ഈ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തത ലഭിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി, ഈ ഒരു വ്യക്തിയുടെ മനസ്സാണ് ഇവിടെ പറയുന്നത്. അതായത് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യാനാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് തയ്യാറായിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതാണ് നമുക്കിവിടെ ഈ ഒരു കിങ് ഓഫ് സോർട്സ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഈ ഒരു വ്യക്തി അതായത് ഈ ഒരു വ്യക്തി അതായത് വീണ്ടും നിങ്ങൾക്കരികിലേക്ക് തന്നെ തിരിച്ചു വരും. അതുപോലെ തന്നെ നിങ്ങൾ, നമുക്കിവിടെ മെജീഷ്യൻ കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്തായാലും അത് റിയാലിറ്റി ആകാൻ പോകുന്നു എന്നാണ് ഈ ഒരു മെജീഷ്യൻ കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ഈ ഒരു മെജീഷ്യൻ പറഞ്ഞു തരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് ഉടൻ തന്നെ നടന്നു കിട്ടാൻ വളരെയധികം സാധ്യതയുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ റിയാലിറ്റി ആകാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് ഈ ഒരു മെജീഷ്യൻ കാർഡിലൂടെ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് വളരെയധികം സ്നേഹം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സത്യസന്ധതയോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളോട് ഇടപെടണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ റിയാലിറ്റിയിലോട്ട് വരും എന്നാണ് ഈ ഒരു മെജീഷ്യൻ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ലതുപോലെ പ്രാർത്ഥിച്ചുകൊള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കും. അതിനെല്ലാ തരത്തിലുമുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഈ ഒരു സമയത്ത് ചില കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഭയവും അതുപോലെ തന്നെ സംശയങ്ങളും ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത സംശയങ്ങളൊന്നും ഈ ഒരു സമയത്ത് മനസ്സിൽ വെക്കാതിരിക്കുക. നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം യൂണിവേഴ്സ് നൽകുവാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മുഴുവനായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, തേർഡ് പാർട്ടിയുടെ ഇടപെടൽ കാർമിക്കലി ഇവിടെ തീരുവാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി, അതായത് നിങ്ങൾ മനസ്സിലാലോചിക്കുന്ന നിങ്ങളുടെ വ്യക്തി
ആരാണ് യഥാർത്ഥ സോൾമേറ്റ് എന്ന് തിരിച്ചറിയുവാൻ പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് കാമായിരിക്കുക. നിങ്ങൾ കാമാകുമ്പോൾ ട്രൂത്ത് വരും എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ദൈവം നിങ്ങൾക്കായി പുതിയൊരു ചാപ്റ്റർ തുറക്കുകയാണെന്നും ഈ ഒരു കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സമാധാനമായി ഈ ഒരു സമയത്തിരിക്കുക. ശാന്തമായി മനസ്സിനെ വെക്കുക എന്നാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.